കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ജപ്പാനിലെ കൊച്ചുമകനോടൊപ്പം താമസിച്ചിരുന്ന വയോധികൻ കടൽ പിൻവലിഞ്ഞു പോകുന്നത് കാണുകയും അപ്പോൾ തന്നെ കൊച്ചുമകനായ ടാഡയോട് വേഗം അടുപ്പിൽ നിന്ന് ഒരു തീക്കൊള്ളി കൊണ്ടുവരാൻ പറയുകയും ചെയ്യുന്നതാണ്. അതിനുശേഷമുള്ള ഭാഗമാണ് ഈ ക്ലാസ്സിൽ പറയുന്നത്. Tada did not know why his grandfather wanted fire. Tada did not know. No എന്ന് പറഞ്ഞാൽ അറിയുക എന്നർത്ഥം. Did not know എന്ന് പറഞ്ഞാൽ അറിഞ്ഞില്ല. Do not know എന്ന് പറഞ്ഞാൽ അറിയില്ല. Did not know അറിഞ്ഞില്ല അല്ലെങ്കിൽ അറിയില്ലായിരുന്നു. ടാഡ did not know. ടാഡയ്ക്ക് അറിയില്ലായിരുന്നു. Why his grandfather എന്തുകൊണ്ട് അവന്റെ മുത്തച്ഛൻ. Why എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്. Why his grandfather എന്തുകൊണ്ട് അവന്റെ മുത്തച്ഛൻ wanted fire. Wanted fire എന്ന് പറഞ്ഞാൽ തീ ആവശ്യപ്പെട്ടത്. വാണ്ട് എന്നാൽ അർത്ഥം ആവശ്യപ്പെടുക. അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വാണ്ടഡ്. വാണ്ടഡ് എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെട്ടു, ആവശ്യപ്പെട്ടത് എന്നൊക്കെ അർത്ഥം. വാണ്ടഡ് ഫയർ തീ ആവശ്യപ്പെട്ടത്. ടാഡ ഡിഡ് നോട്ട് നോ വൈ ഹിസ് ഗ്രാൻഡ്ഫാദർ വാണ്ടഡ് ഫയർ. അവന്റെ മുത്തച്ഛൻ എന്തുകൊണ്ട് തീ ആവശ്യപ്പെട്ടതെന്ന് ടാഡയ്ക്ക് അറിയില്ലായിരുന്നു. He was a good boy and he always obeyed. So he ran quickly and brought the brand. He was a good boy. അവൻ ഒരു നല്ല ആൺകുട്ടിയായിരുന്നു, അല്ലെങ്കിൽ നല്ല ഒരു കുട്ടിയായിരുന്നു. He was എന്ന് പറഞ്ഞാൽ ആയിരുന്നു. Is എന്ന് പറഞ്ഞാൽ ആണ്, ആകുന്നു എന്നർത്ഥം. ഈസിന്റെ പാസ്റ്റ് ടെൻസ് ആണ് was. He was a good boy. അവൻ ഒരു നല്ല ആൺകുട്ടി ആയിരുന്നു. He is a good boy എന്ന് പറഞ്ഞാൽ അവൻ ഒരു നല്ല ആൺകുട്ടി ആകുന്നു. And he always obeyed. അവൻ എപ്പോഴും അനുസരിച്ചു. ഓൾവേസ് എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും, എപ്പോഴും എന്നൊക്കെ അർത്ഥം. ഒബേഡ് അനുസരിച്ചു. ഒബേ എന്ന് പറഞ്ഞാൽ അനുസരിക്കുക. ഒബേ എന്ന വാക്കിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഒബേഡ്. ഒബേഡ് എന്ന് പറഞ്ഞാൽ അനുസരിച്ചു. ആൻഡ് ഹി ഓൾവേസ് ഒബേഡ്. അവൻ എല്ലായ്പ്പോഴും അനുസരിച്ചു. സോ ഹി റാൻ ക്വിക്ലി. സോ എന്ന് പറഞ്ഞാൽ അതിനാൽ, അതുകൊണ്ട് എന്നൊക്കെ അർത്ഥം. ഹി റാൻ. റാൻ എന്ന് പറഞ്ഞാൽ റണ്ണിന്റെ പാസ്റ്റ് ടെൻസ് ആണ് റാൻ. റൺ എന്ന് പറഞ്ഞാൽ ഓടുക. റാൻ ഓടി. ക്വിക്ലി വേഗത്തിൽ. സോ ഹി റാൻ ക്വിക്ലി. അതുകൊണ്ട് അതിനാൽ അവൻ വേഗത്തിൽ ഓടി. ബ്രോട്ട് ദ ബ്രാൻഡ്. ബ്രോട്ട് എന്നത് ബ്രിങ് എന്ന വാക്കിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. ബ്രിങ് എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക. BRING ബ്രിങ്. അതിന്റെ അർത്ഥം കൊണ്ടുവരിക. അതിന്റെ പാസ്റ്റ് ടെൻസ് ബ്രോട്ട്. ബ്രോട്ട് എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നു. ദ ബ്രാൻഡ് തീക്കൊള്ളി. ബ്രോട്ട് ദ ബ്രാൻഡ് തീക്കൊള്ളി കൊണ്ടുവന്നു. He was a good boy and he always obeyed. So he ran quickly and brought the brand. അവൻ ഒരു നല്ല ആൺകുട്ടിയായിരുന്നു. അവൻ എല്ലായ്പ്പോഴും അനുസരിച്ചു. അതിനാൽ അവൻ വേഗത്തിൽ ഓടി തീക്കൊള്ളി കൊണ്ടുവന്നു. The old man took it and ran towards the rice fields. Tada ran after him. The old man took it. ആ വയോധികൻ അത് എടുത്തു. ടുക്ക് എന്നാൽ TAKE ടേക്ക് എന്നതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ടുക്ക്. ടേക്ക് എന്ന് പറഞ്ഞാൽ എടുക്കുക എന്നർത്ഥം. ടുക്ക് എടുത്തു. ദ ഓൾഡ് മാൻ ടുക്ക് ഇറ്റ്. ഇറ്റ് എന്ന് പറഞ്ഞാൽ അത്, ഇത് എന്നൊക്കെ അർത്ഥമുണ്ട്. ദ ഓൾഡ് മാൻ ടുക്ക് ഇറ്റ്. ആ വയോധികൻ അത് എടുത്തു. റാൻ ടുവേഴ്സ് ദി റൈസ് ഫീൽഡ്സ്. നെൽവയലുകളിലേക്ക് ഓടി. റാൻ എന്ന് പറഞ്ഞാൽ ഓടി. ടുവേഴ്സ് ദി റൈസ് ഫീൽഡ്സ് എന്ന് പറഞ്ഞാൽ നെൽവയലുകളിലേക്ക്. റാൻ ടുവേഴ്സ് ദി റൈസ് ഫീൽഡ്സ്. നെൽവയലുകളിലേക്ക് ഓടി. ടാഡ റാൻ ആഫ്റ്റർ ഹിം. ടാഡ അയാളുടെ പിന്നാലെ ഓടി. റാൻ എന്ന് പറഞ്ഞാൽ ഓടി. ടാഡ റാൻ. ടാഡ ഓടി. ആഫ്റ്റർ ഹിം. ആഫ്റ്റർ ഹിം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പിന്നാലെ. ടാഡ റാൻ ആഫ്റ്റർ ഹിം. ടാഡ അയാളുടെ പിന്നാലെ ഓടി. ദി ഓൾഡ് മാൻ ടുക്ക് ഇറ്റ് ആൻഡ് റാൻ ടുവേഴ്സ് ദി റൈസ് ഫീൽഡ്സ്. ടാഡ റാൻ ആഫ്റ്റർ ഹിം. വയോധികൻ അതിലെടുത്ത് നെൽവയലുകളിലേക്ക് ഓടി. ടാഡ അയാളുടെ പിന്നാലെ ഓടി. To his great horror, he saw his grandfather set fire to the dry paddy fields. To his great horror, വളരെ ഭയപ്പെട്ടുകൊണ്ട്. To his great horror എന്ന് പറഞ്ഞാൽ ഫിയർ അബൌട്ട് സംതിങ്, എന്തിനെങ്കിലും കുറിച്ച് ഭയപ്പെടുമ്പോഴാണ് to his great horror അല്ലെങ്കിൽ to her great horror എന്നൊക്കെ പറയും. ഇവിടെ വളരെ ഭയപ്പെട്ടുകൊണ്ട് എന്ന് മനസ്സിലാക്കിയത്. To his great horror, വളരെ ഭയപ്പെട്ടുകൊണ്ട്. He saw അവൻ കണ്ടു. saw എന്നത് see എന്നതിന്റെ പാസ്റ്റ് ടെൻസ് SWE. see എന്നതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് so. He saw അവൻ കണ്ടു. His grandfather set fire. അവന്റെ മുത്തച്ഛൻ തീയിടുന്നത്. set fire എന്ന് പറഞ്ഞാൽ തീയിടുക, തീ കൊടുത്തുക എന്നൊക്കെ അർത്ഥം.
ഹിസ് ഗ്രാൻഡ് ഫാദർ സെറ്റ് ഫയർ, അവന്റെ മുത്തച്ഛൻ തീയിടുന്നത്. ടു ദ ഡ്രൈ പാഡി ഫീൽഡ്സ്, വരണ്ട നെൽവയലുകൾക്ക്. ഡ്രൈ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. പാഡി ഫീൽഡ്സ്, പാഡി എന്ന് പറഞ്ഞാൽ നെൽ, പാഡി ഫീൽഡ്സ് നെൽവയലുകൾ. ടു ദ പാഡി ഫീൽഡ്സ്, ടു ദ ഡ്രൈ പാഡി ഫീൽഡ്സ്, വരണ്ട നെൽവയലുകൾക്ക്. ടു ഹിസ് ഗ്രേറ്റ് ഹൊറർ ഹി സോ ഹിസ് ഗ്രാൻഡ് ഫാദർ സെറ്റ് ഫയർ ടു ദി ഡ്രൈ പാഡി ഫീൽഡ്സ്. വളരെ ഭയപ്പെട്ടുകൊണ്ട് അവൻ കണ്ടു വരണ്ട നെൽവയലുകൾക്ക് അവന്റെ മുത്തച്ഛൻ തീയിടുന്നത്. ഓ ഗ്രാൻഡ് ഫാദർ സ്ക്രീംഡ് ദ ലിറ്റിൽ ബോയ്, വാട്ട് ആർ യു ഡൂയിങ്? ഓ ഗ്രാൻഡ് ഫാദർ സ്ക്രീംഡ് ദ ലിറ്റിൽ ബോയ്, ആ പയ്യൻ അലറി കരഞ്ഞു. സ്ക്രീം എന്നതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് സ്ക്രീം. സ്ക്രീം എന്ന് പറഞ്ഞാൽ അലറി കരയുക. സ്ക്രീംഡ് അലറി കരഞ്ഞു. ദ ലിറ്റിൽ ബോയ്, ആ ചെറിയ കുട്ടി അല്ലെങ്കിൽ ആ പയ്യൻ. വാട്ട് ആർ യു ഡൂയിങ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഡൂയിങ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്നത്. വാട്ട് ആർ യു ഡൂയിങ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? The old man said nothing. He went on setting fire to the ripe rice fields. The old man, ആ വയോധികൻ, said nothing. Said എന്ന് പറഞ്ഞാൽ SAY, say എന്നതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് said. Say എന്ന് പറഞ്ഞാൽ പറയുക. Said എന്ന് പറഞ്ഞാൽ പറഞ്ഞു. Nothing, ഒന്നുമില്ല. Said nothing എന്ന് പറഞ്ഞാൽ ഒന്നും പറഞ്ഞില്ല എന്നാണ്. Said nothing, ഒന്നും പറഞ്ഞില്ല. He went on, അദ്ദേഹം തുടർന്നു. വെന്റ് ഓൺ എന്ന് പറഞ്ഞാൽ ഗോ ഓൺ എന്ന ഫ്രേസിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വെന്റ് ഓൺ. ഗോ എന്ന് പറഞ്ഞാൽ പോവുക എന്നാണെങ്കിലും അതിന്റെ കൂടെ ഓൺ ചെയ്യുമ്പോൾ അർത്ഥം പൂർണ്ണമായിട്ട് മാറും. ഗോ ഓൺ എന്ന് പറഞ്ഞാൽ തുടരുക എന്നർത്ഥം. അതിന്റെ പാസ്റ്റ് ടെൻസ് വെന്റ് ഓൺ. വെന്റ് ഓൺ എന്ന് പറഞ്ഞാൽ തുടർന്നു. ആരെങ്കിലും നമ്മളോട് യു ക്യാൻ ഗോ ഓൺ എന്ന് പറഞ്ഞാൽ നമ്മളുടെ അവിടെ പോകരുത്, നമ്മൾ ആ ചെയ്യുന്ന കാര്യം തുടരുക. ഹി വെന്റ് ഓൺ, അദ്ദേഹം തുടർന്നു. സെറ്റിംഗ് ഫയർ, എന്താണ് തുടർന്നത്? സെറ്റിംഗ് ഫയർ, തീയിടുന്നത്. ടു ദ റൈപ്പ് റൈസ് ഫീൽഡ്സ്, പാകമായ നെൽപ്പാടങ്ങൾക്ക് തീയിടുന്നത് അദ്ദേഹം തുടർന്നു. റൈപ്പ് എന്ന് പറഞ്ഞാൽ പാകമായ, വിളവെടുക്കാറായ എന്നൊക്കെ അർത്ഥം. ദ ഓൾഡ് മാൻ സെഡ് നത്തിങ്, ഹി വെന്റ് ഓൺ സെറ്റിംഗ് ഫയർ ടു ദി റൈപ്പ് റൈസ് ഫീൽഡ്സ്. ആ വയോധികൻ ഒന്നും പറഞ്ഞില്ല, അദ്ദേഹം പാകമായ നെൽപ്പാടങ്ങൾക്ക് തീയിടുന്നത് തുടർന്നു. Tada thought his dear grandfather had lost his mind and he began to sob. Tada thought, Tada കരുതി. Thought എന്ന് പറഞ്ഞാൽ think എന്നതിന്റെ past tense ആണ് thought. THINK. Think എന്ന് പറഞ്ഞാൽ കരുതുക, ചിന്തിക്കുക എന്നൊക്കെ അർത്ഥം. Thought കരുതി, ചിന്തിച്ചു എന്നർത്ഥം. Tada thought, Tada കരുതി. His dear grandfather, അവന്റെ പ്രിയപ്പെട്ട മുത്തച്ഛൻ. Dear എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, പ്രിയപ്പെട്ടത്. ഹിസ് ഡിയർ ഗ്രാൻഡ് ഫാദർ, അവന്റെ പ്രിയപ്പെട്ട മുത്തച്ഛൻ, ഹാഡ് ലോസ്റ്റ് ഹിസ് മൈൻഡ്, അദ്ദേഹത്തിന്റെ മനസ്സ് നഷ്ടപ്പെട്ടു എന്ന്. ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു. ഹിസ് മൈൻഡ്, മൈൻഡ് എന്ന് പറഞ്ഞാൽ മനസ്സ്. അദ്ദേഹത്തിന്റെ മനസ്സ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വിഭ്രാന്തി സംഭവിക്കുക, അല്ലെങ്കിൽ മനസ്സാന്നിധ്യം നഷ്ടപ്പെടുക എന്നൊക്കെ അർത്ഥം. ഹാഡ് ലോസ്റ്റ് ഹിസ് മൈൻഡ്, അദ്ദേഹത്തിന്റെ മനസ്സ് നഷ്ടപ്പെട്ടു എന്ന് ടാഡ കരുതി. ആൻഡ് ഹി ബിഗാൻ ടു സോബ്, അവൻ വിഷമിക്കാൻ തുടങ്ങി. ബിഗാൻ എന്നത് ബിഗിൻ എന്നതിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. BEGIN. ബിഗിൻ എന്നാൽ അതിന്റെ അർത്ഥം തുടങ്ങുക, ആരംഭിക്കുക എന്നൊക്കെയാണ്. ബിഗാൻ എന്ന് പറഞ്ഞാൽ തുടങ്ങി, ആരംഭിച്ചു. ഹി ബിഗാൻ ടു സോബ്, അവൻ വിഷമിക്കാൻ തുടങ്ങി. സോബ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞ് കരയുന്നതിനൊക്കെയാണ് സോബ് എന്ന് പറയുന്നത്. ഹി ബിഗാൻ ടു സോബ്, അവൻ വിഷമിക്കാൻ തുടങ്ങി. Tada thought his dear grandfather had lost his mind and he began to sob. അവന്റെ പ്രിയപ്പെട്ട മുത്തച്ഛന്റെ മനസ്സ് നഷ്ടപ്പെട്ടുവെന്ന് ടാഡ കരുതി, അവൻ വിഷമിക്കാൻ തുടങ്ങി. Soon the field was ablaze and thick black smoke began to rise up. Soon എന്ന് പറഞ്ഞാൽ വേഗത്തിൽ, താമസിയാതെ എന്നൊക്കെ അർത്ഥം. The field was ablaze. The field was ablaze. ആ വയൽ വളരെ പ്രകാശിതമായി. thick black smoke, കട്ടിയുള്ള കറുത്ത പുക. thick എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള, black കറുത്ത, smoke പുക. thick black smoke began to rise up. began എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ആരംഭിച്ചു. to rise up, rise എന്ന് പറഞ്ഞാൽ ഉയരുക, up എന്ന് പറഞ്ഞാൽ മുകളിലോട്ട്. began to rise up, മുകളിലോട്ട് ഉയരാൻ തുടങ്ങി. rise എന്ന് പറഞ്ഞാൽ ഉയരുക, to rise എന്ന് പറഞ്ഞാൽ ഉയരാൻ. began to rise up, മുകളിലോട്ട് ഉയരാൻ തുടങ്ങി. Soon the field was ablaze
and thick black smoke began to rise up. താമസിയാതെ വയൽ വളരെ പ്രകാശിതമായി കട്ടിയുള്ള കറുത്ത പുക ഉയരാൻ തുടങ്ങി. It rose like a cloud, black and fierce, and the villagers saw from below that their precious rice fields were on fire. It rose എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ റൈസ് എന്ന വാക്കിന്റെ പാസ്റ്റ് ടെൻസ് ആണ് റോസ്. റൈസ് എന്ന് പറഞ്ഞാൽ ഉയരുക, റോസ് ഉയർന്നു. ഇറ്റ് റോസ് അത് ഉയർന്നു. ലൈക്ക് എ ക്ലൗഡ് ഒരു മേഘം പോലെ. ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ പോലെ എന്നർത്ഥം. ലൈക്ക് എ ക്ലൗഡ് എന്ന് പറഞ്ഞാൽ ഒരു മേഘം. ലൈക്ക് എ ക്ലൗഡ് ഒരു മേഘം പോലെ. ബ്ലാക്ക് ആൻഡ് ഫിയേഴ്സ് കറുത്തതും ഉഗ്രവുമായ ഒരു മേഘം പോലെ. ബ്ലാക്ക് ആൻഡ് ഫിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഉഗ്രമായ. ഇറ്റ് റോസ് ലൈക്ക് എ ക്ലൗഡ് ബ്ലാക്ക് ആൻഡ് ഫിയേഴ്സ് കറുത്തതും ഉഗ്രവുമായ ഒരു മേഘം പോലെ അത് ഉയർന്നു. ദ വില്ലേജേഴ്സ് സോ ഗ്രാമവാസികൾ കണ്ടു. ദ വില്ലേജേഴ്സ് സോ സീ എന്നതിന്റെ പാസ്റ്റ് ടെൻസ് സോ. സോ എന്ന് പറഞ്ഞാൽ കണ്ടു. ദ വില്ലേജേഴ്സ് സോ ഗ്രാമവാസികൾ കണ്ടു. ഫ്രം ബിലോ താഴെ നിന്ന്. ഫ്രം എന്ന് പറഞ്ഞാൽ നിന്ന്, ബിലോ താഴെ. ഫ്രം ബിലോ താഴെ നിന്ന് ഗ്രാമവാസികൾ കണ്ടു. ദർ പ്രഷ്യസ് അവരുടെ വിലയേറിയ. ദർ എന്ന് പറഞ്ഞാൽ അവരുടെ. THERE എന്നാണെങ്കിൽ അവിടെ എന്നർത്ഥം. THEIR ദർ ആണെങ്കിൽ അവരുടെ. ദർ പ്രഷ്യസ് എന്ന് പറഞ്ഞാൽ വിലയേറിയ. റൈസ് ഫീൽഡ്സ് വെയർ ഓൺ ഫയർ നെൽവയലുകൾ തീയിലായിരുന്നു. റൈസ് ഫീൽഡ്സ് എന്ന് പറഞ്ഞാൽ നെൽവയലുകൾ. വെയർ ഓൺ ഫയർ തീയിലായിരുന്നു. It rose like a cloud, black and fierce, and the villagers saw from below that their precious rice fields were on fire. കറുത്തതും ഉഗ്രവുമായ ഒരു മേഘം പോലെ അത് ഉയർന്നു. ഗ്രാമവാസികൾ അവരുടെ വിലയേറിയ നെൽവയലുകൾ തീയിലായിരിക്കുന്നത് താഴെ നിന്ന് കണ്ടു. How they ran, men, women and children climbed the mountain, running as fast as they could to save their fields. അവർ എങ്ങനെ ഓടി. അത് അത്ഭുതപ്പെട്ടുകൊണ്ട് പറയുകയാണ്. ഹൗ ദേ റാൻ. അവർ എങ്ങനെ ഓടി. ഹൗ എന്ന് പറഞ്ഞാൽ എങ്ങനെ. ദേ എന്ന് പറഞ്ഞാൽ അവർ. റാൻ ഓടി. ഹൗ ദേ റാൻ അവർ എങ്ങനെ ഓടി. മെൻ, വുമൻ ആൻഡ് ചിൽഡ്രൻ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും. മെൻ എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ, വുമൻ സ്ത്രീകൾ, ചിൽഡ്രൻ കുട്ടികൾ. ക്ലൈംബ് ദ മൗണ്ടൈൻ പർവ്വതം കയറി. ക്ലൈംബ് എന്ന് പറഞ്ഞാൽ കയറുക. ക്ലൈംബ് കയറി. ക്ലൈംബ് എന്ന വാക്കിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ക്ലൈംബ്. ക്ലൈംബ് എന്ന് പറഞ്ഞാൽ കയറുക. ക്ലൈംബ് കയറി. ദ മൗണ്ടൈൻ പർവ്വതം കയറി. റണ്ണിങ് ആസ് ഫാസ്റ്റ് ആസ് ദേ കുഡ്. റണ്ണിങ് എന്ന് പറഞ്ഞാൽ ഓടിക്കൊണ്ട്. ആസ് ഫാസ്റ്റ് അധിക വേഗത്തിൽ. ആസ് ദേ കുഡ് അവർക്ക് കഴിഞ്ഞത്ര. റണ്ണിങ് ആസ് ഫാസ്റ്റ് ആസ് ദേ കുഡ് അവർക്ക് കഴിഞ്ഞത്ര വേഗത്തിൽ ഓടിക്കൊണ്ട്. ഫീൽഡ്സ് തങ്ങളുടെ പാടങ്ങൾ സംരക്ഷിക്കാം. സേവ് എന്ന് പറഞ്ഞാൽ രക്ഷിക്കുക, സംരക്ഷിക്കുക എന്നർത്ഥം. ടു സേവ് എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കാൻ, രക്ഷിക്കാൻ എന്നൊക്കെ അർത്ഥം. ദർ ഫീൽഡ്സ് അവരുടെ നെൽപ്പാടങ്ങൾ. ടു സേവ് ദർ ഫീൽഡ്സ് തങ്ങളുടെ പാടങ്ങൾ സംരക്ഷിക്കാൻ. അവർ എങ്ങനെ ഓടി. പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും തങ്ങളുടെ പാടങ്ങൾ സംരക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞത്ര അധിക വേഗത്തിൽ ഓടിക്കൊണ്ട് പർവ്വതം കയറും. Not one soul stayed behind in the village below. Not one soul stayed. Not എന്ന് പറഞ്ഞാൽ ഇല്ല. Not one soul എന്ന് പറഞ്ഞാൽ ഒരു ആത്മാവും ഇല്ല. Stayed നിന്നില്ല. Behind പിന്നിൽ. In the village below താഴെയുള്ള ഗ്രാമത്തിലെ ഒരു ആത്മാവും പിന്നിൽ നിന്നില്ല. അതായത് അവർ ആ നെൽപ്പാടങ്ങൾ കത്തിയിരിക്കുന്നത് കണ്ടപ്പോൾ പർവ്വതത്തിലോട്ട് ഓടിക്കയറി. ആ ഓട്ടത്തിൽ ആരും പിന്നിൽ നിന്നില്ല. Not one soul stayed. സോൾ എന്ന് പറഞ്ഞാൽ ആത്മാവ്. സ്റ്റേ എന്നതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് സ്റ്റേഡ്. സ്റ്റേ എന്ന് പറഞ്ഞാൽ നിൽക്കുക, താമസിക്കുക എന്നർത്ഥം. സ്റ്റേഡ് നിന്നു അർത്ഥം. നോട്ട് വൺ സോൾ സ്റ്റേഡ് എന്ന് പറഞ്ഞാൽ ഒരു ആത്മാവും നിന്നില്ല. ബിഹൈൻഡ് പിന്നിൽ. ഇൻ ദ വില്ലേജ് ബിലോ താഴെയുള്ള ഗ്രാമത്തിൽ. നോട്ട് വൺ സോൾ സ്റ്റേഡ് ബിഹൈൻഡ് ഇൻ ദ വില്ലേജ് ബിലോ താഴെയുള്ള ഗ്രാമത്തിൽ ഒരു ആത്മാവും പിന്നിൽ നിന്നില്ല. And when they came to the mountain top and saw the beautiful rice crop all in flames, they cried bitterly. And when they came അവർ വന്നപ്പോൾ. And when they came, when എന്ന് പറഞ്ഞാൽ എപ്പോൾ എന്നർത്ഥം. they cameന്റെ ഇപ്പുറത്ത് when വരുമ്പോൾ വന്നപ്പോൾ എന്നാകും. And when they came അവർ വന്നപ്പോൾ. came എന്നത് come എന്നതിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. come എന്ന് പറഞ്ഞാൽ വരിക. came വന്നു. they came അവർ വന്നു. when they came അവർ വന്നപ്പോൾ. to the mountain top പർവ്വതത്തിന് മുകളിലേക്ക്
ആൻഡ് വെൻ ദേ സോ അവർ കണ്ടപ്പോൾ, സോ എന്ന് പറഞ്ഞാൽ കണ്ടു, ദേ സോ അവർ കണ്ടു, വെൻ ദേ സോ അവർ കണ്ടപ്പോൾ, ദ ബ്യൂട്ടിഫുൾ റൈസ് ക്രോപ്പ് ആ മനോഹരമായ നെൽവിള, ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ മനോഹരമായ, റൈസ് ക്രോപ്പ് എന്ന് പറഞ്ഞാൽ നെൽവിള, ഓൾ ഇൻ ഫ്ലെയിംസ് എല്ലാം തീജ്വാലയിലായിരിക്കുന്നത് അവർ കണ്ടപ്പോൾ, ഫ്ലെയിംസ് എന്ന് പറഞ്ഞാൽ തീജ്വാലകളെയാണ് ഫ്ലെയിംസ് എന്ന് പറയുന്നത്. ദേ ക്രൈഡ് ബിറ്റർലി അവർ കഠിനമായി നിലവിളിച്ചു. ക്രൈഡ്, CRY ക്രൈ എന്നതിന്റെ പാസ്റ്റൻസ് ആണ് ക്രൈഡ്. ക്രൈ എന്ന് പറഞ്ഞാൽ കരയുക, ക്രൈഡ് കരഞ്ഞു. ബിറ്റർലി എന്ന് പറഞ്ഞാൽ വളരെ കഠിനമായി, വളരെ വേദനയോടെ കരഞ്ഞു. ദേ ക്രൈഡ് ബിറ്റർലി അവർ കഠിനമായി നിലവിളിച്ചു. ആൻഡ് വെൻ ദേ കെയിം ടു ദ മൗണ്ടൻ ടോപ്പ് ആൻഡ് സോ ദ ബ്യൂട്ടിഫുൾ റൈസ് ക്രോപ്പ് ഓൾ ഇൻ ഫ്ലെയിംസ് ദേ ക്രൈഡ് ബിറ്റർലി അവർ പർവ്വതത്തിന് മുകളിൽ വന്നപ്പോൾ മനോഹരമായ നെൽകൃഷിയെല്ലാം തീജ്വാലയിൽ കണ്ടപ്പോൾ അവർ കഠിനമായി നിലവിളിച്ചു. Who has done this thing? How did it happen? Who has done this thing എന്ന് പറഞ്ഞാൽ ആരാണ് ഈ കാര്യം ചെയ്തത്. Who എന്ന് പറഞ്ഞാൽ ആര്, has done ചെയ്തിരിക്കുന്നത്, this thing ഈ കാര്യം, do എന്നതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് done. Who has done എന്ന് പറഞ്ഞാൽ ആരാണ് ചെയ്തത്, has done എന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കുന്നു എന്നർത്ഥം. Who has done ആരാണ് ചെയ്തിരിക്കുന്നത്, this thing ഈ കാര്യം. Who has done this thing ആരാണ് ഈ കാര്യം ചെയ്തിരിക്കുന്നത്. How did it happen ഇത് എങ്ങനെ സംഭവിച്ചു. How എന്ന് പറഞ്ഞാൽ എങ്ങനെ, did it happen എന്ന് പറഞ്ഞാൽ ഇത് സംഭവിച്ചു. How did it happen ഇത് എങ്ങനെ സംഭവിച്ചു. I did, said the old man very solemnly, and the boy sobbed. Grandfather set fire. I did, ഞാൻ ചെയ്തു. Do എന്നതിന്റെ past tense ആണ് did. Do എന്ന് പറഞ്ഞാൽ ചെയ്യുക, did ചെയ്തു. I did എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തു. Said the old man വയോധികൻ പറഞ്ഞു. Said the old man, said എന്ന് പറഞ്ഞാൽ പറഞ്ഞു. Said the old man വയോധികൻ പറഞ്ഞു. Very solemnly വളരെ ആത്മാർത്ഥമായി. The boy sobbed കുട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. Grandfather set fire മുത്തച്ഛൻ തീ കൊളുത്തി. Sobbed, sob എന്നതിന്റെ past tense ആണ് sob. Sob എന്ന് പറഞ്ഞാൽ കരഞ്ഞുകൊണ്ട് പറയുന്നതിനെയാണ് sob എന്ന് പറയുന്നത്. The boy sobbed കുട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. Grandfather set fire മുത്തച്ഛൻ തീ കൊളുത്തി. സെറ്റ് ഫയർ എന്ന് പറഞ്ഞാൽ തീ കൊളുത്തി. സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് എന്നതിന്റെ പാസ്റ്റ് ടെൻസും പ്രസന്റ് ടെൻസും പാസ്റ്റ് പാർട്സിലൊക്കെ സെറ്റ് എന്ന് തന്നെയാണ്. ഗ്രാൻഡ് ഫാദർ സെറ്റ് ഫയർ മുത്തച്ഛൻ തീ കൊളുത്തി. I did, said the old man very solemnly, and the boy sobbed. Grandfather set fire ഞാൻ ചെയ്തു വയോധികൻ വളരെ ആത്മാർത്ഥമായി പറഞ്ഞു. കുട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. മുത്തച്ഛൻ തീ കൊളുത്തി. ഒരിക്കൽ അന്നകലെ ജപ്പാനിൽ കൊച്ചുമകനോടൊപ്പം താമസിച്ചിരുന്ന ഒരു വയോധികൻ ഉണ്ടായിരുന്നു. അവരുടെ വീട് ഒരു പരന്ന പർവ്വതത്തിന്റെ മുകളിലായിരുന്നു. ഗ്രാമവാസികളെല്ലാം കടലിനടുത്ത് താഴെയുള്ള അവരുടെ ചെറിയ വീടുകളിൽ താമസിച്ചു. അവരുടെ നെൽവയലുകളെല്ലാം പരന്ന പർവ്വതത്തിന് മുകളിൽ വയോധികൻ താമസിച്ചിരുന്ന സ്ഥലത്തിനടുത്തായിരുന്നു. രാവിലെകളിലും വൈകുന്നേരങ്ങളിലും വയോധികനും അദ്ദേഹത്തിന്റെ കൊച്ചുമകനായ ടാഡയും ഗ്രാമത്തിലെ ആളുകളെ ദൂരെ താഴേക്ക് നോക്കും. കരയ്ക്ക് ചുറ്റുമുള്ള നീലക്കടൽ അവർ കാണുമായിരുന്നു. ടാഡ നെൽവയലുകളെ പ്രിയപ്പെട്ടതായി സ്നേഹിച്ചു. കാരണം അവ ജനങ്ങൾക്ക് അവരുടെ ഭക്ഷണം നൽകി. അവരെ നിരീക്ഷിക്കാൻ അദ്ദേഹം പലപ്പോഴും മുത്തച്ഛനെ സഹായിച്ചു. ഒരു ദിവസം മുത്തച്ഛൻ തന്റെ വീടിന് മുന്നിൽ ഒറ്റയ്ക്ക് നിൽക്കുകയായിരുന്നു. അടിയിലുള്ള ആളുകളെ അയാൾ വളരെ താഴേക്ക് നോക്കി. പെട്ടെന്ന് വളരെ വിചിത്രമായ ഒന്ന് കണ്ടു. കടൽ കരയിൽ നിന്ന് പിൻവാങ്ങുകയായിരുന്നു. നൂറുകണക്കിന് തിളങ്ങുന്ന ഷെല്ലുകളും സ്റ്റാർ ഫിഷും ഇപ്പോൾ കടൽ തട്ടിൽ കാണാം. കടൽ തിരിച്ചു പോകുമ്പോൾ ഗ്രാമീണർ ഷെല്ലുകൾ എടുക്കാൻ കടൽ തീരത്തേക്ക് ഓടുന്നത് അദ്ദേഹം കണ്ടു. വയോധികൻ കണ്ണുകളിലേക്ക് കൈകൾ വെച്ച് വീണ്ടും നോക്കി. അത്തരമൊരു കാര്യം അദ്ദേഹം മുമ്പ് കണ്ടിട്ടില്ല. കുട്ടിക്കാലത്ത് സ്വന്തം മുത്തച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ഓർത്തു. കടലിന്റെ എല്ലാ കഥകളും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പെട്ടെന്ന് അയാൾ തിരിഞ്ഞ് വീട്ടിലേക്ക് ഓടി. ടാടാ ടാടാ അദ്ദേഹം അലറി. അടുപ്പിൽ നിന്ന് ഒരു തീക്കൊള്ളി കൊണ്ടുവരിക. അവന്റെ മുത്തച്ഛൻ എന്തുകൊണ്ട് തീ ആവശ്യപ്പെട്ടതെന്ന് ടാഡയ്ക്ക് അറിയില്ലായിരുന്നു. അവൻ ഒരു നല്ല ആൺകുട്ടിയായിരുന്നു. അവൻ എല്ലായ്പ്പോഴും അനുസരിച്ചു. അതിനാൽ അവൻ വേഗത്തിൽ ഓടി തീക്കൊള്ളി കൊണ്ടുവന്നു. വയോധികൻ അത് എടുത്ത് നെൽവയലുകളിലേക്ക് ഓടി. ടാഡ അയാളുടെ പിന്നാലെ ഓടി. വളരെ ഭയപ്പെട്ടുകൊണ്ട് അവൻ കണ്ടു വരണ്ട നെൽവയലുകൾക്ക് അവന്റെ മുത്തച്ഛൻ തീയിടുന്നത്. ഓ മുത്തച്ഛ മുത്തച്ഛ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ആ വയോധികൻ ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം പാകമായ നെൽപ്പാടങ്ങൾക്ക് തീയിടുന്നത് തുടർന്നു. അവന്റെ പ്രിയപ്പെട്ട മുത്തച്ഛന്റെ മനസ്സ് നഷ്ടപ്പെട്ടുവെന്ന് ടാഡ കരുതി. അവൻ വിഷമിക്കാൻ തുടങ്ങി. താമസിയാതെ വയൽ വളരെ പ്രകാശിതമായി. കട്ടിയുള്ള കറുത്ത പുക ഉയരാൻ തുടങ്ങി. കറുത്തതും ഉഗ്രവുമായ ഒരു മേഘം പോലെ അത് ഉയർന്നു. ഗ്രാമവാസികൾ അവരുടെ വിലയേറിയ നെൽവയലുകൾ തീയിലായിരിക്കുന്നത് താഴെ നിന്ന് കണ്ടു. ഓ, അവർ എങ്ങനെ ഓടി! പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും തങ്ങളുടെ
പാടങ്ങൾ സംരക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞത്ര അധിക വേഗത്തിൽ ഓടിക്കൊണ്ട് പർവ്വതം കയറി. താഴെയുള്ള ഗ്രാമത്തിൽ ഒരു ആത്മാവും പിന്നിൽ നിന്നില്ല. അവർ പർവ്വതത്തിന് മുകളിൽ വന്നപ്പോൾ മനോഹരമായ നെൽകൃഷി എല്ലാം തീജ്വാലയിൽ കണ്ടപ്പോൾ അവർ കഠിനമായി നിലവിളിച്ചു. ആരാണ് ഈ കാര്യം ചെയ്തത്? ഇത് എങ്ങനെ സംഭവിച്ചു? ഞാൻ ചെയ്തു, വയോധികൻ വളരെ ആത്മാർത്ഥമായി പറഞ്ഞു. കുട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മുത്തച്ഛനാണ് തീ കൊളുത്തിയത്. അടുത്ത ക്ലാസ്സിൽ ഈ അധ്യായത്തിന്റെ അവസാന ഭാഗവും ചോദ്യോത്തരങ്ങൾ നൽകുന്നതായിരിക്കും. അതുവരെ ഇപ്പോൾ എടുത്ത കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പഠിക്കും.